അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് 2ാം ദിവസമാണേ. ഇന്ന് നമ്മളിപ്പോൾ ഇന്നലെ ഫോർട്ട് കൊച്ചി സൈറ്റ് സീനെല്ലാം കഴിഞ്ഞു. ഇന്ന് രാവിലെ വീണ്ടും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ബൈപ്പാസിലെ ശരവണയിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവിടുന്ന് നേരെ നമ്മൾ എടപ്പള്ളി പള്ളി കാണാൻ വേണ്ടി പോയി കേട്ടോ. കാരണം ഇന്നലെ നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഇന്ന് രാവിലെ നേരെ എടപ്പള്ളി പള്ളി വന്നു. താഴത്തെ പള്ളിയിൽ കയറിയതിനു ശേഷം നമ്മൾ നേരെ മുകളിലത്തെ പുതിയ പള്ളി ഉണ്ടല്ലോ, പുതിയ പള്ളിയിലും കയറി നമ്മളെല്ലാം ചുറ്റി കണ്ട് പ്രാർത്ഥിച്ച് നമ്മൾ അവിടുന്ന് നേരെ ആതിരപ്പള്ളിക്ക് പോകണം കേട്ടോ. ഞാൻ ഇതിനു മുമ്പും ഞാൻ എൻ്റെ വീഡിയോയിൽ എടപ്പള്ളി പള്ളിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഗസ്റ്റ്. അപ്പം നമ്മൾ പള്ളിയിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് അടുത്ത എടപ്പള്ളി പള്ളിയിൽ നിന്ന് നമ്മൾ നേരെ ആതിരപ്പള്ളി വാഴച്ചാൽ ഭാഗത്തേക്ക് പോകാം. ഓക്കെ, നമ്മളവിടുന്ന് നേരെ ഏഴാറ്റുമുഖം ഭാഗത്തേക്ക് ആദ്യം പോകുന്നത് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ പമ്പിൽ കയറി ഫുൾ ടാങ്ക് CNG പെട്രോളൊക്കെ കരുതൽ വെച്ചു. അതിനുശേഷം ആലുവയിൽ നിന്നുള്ള 5 സ്റ്റാർ ബേക്കറി ഉണ്ട്, അവിടെ ചിപ്സ് അങ്ങനെ ഐറ്റംസ് എല്ലാം കിട്ടും. അപ്പോൾ അതെല്ലാം നമ്മൾ അവിടുന്ന് മേടിച്ചു. കുറച്ച് സാമ്പിളും കിട്ടി. അതിനുശേഷം നമ്മൾ നേരെ ഏഴാറ്റുമുഖത്തെത്തി. അങ്ങനെ ഇതാണ് പ്രകൃതി ഗ്രാമം. ഇവിടെ പോയവർക്ക് അറിയാൻ പറ്റും. നമ്മൾ ആതിരപ്പള്ളി പോകുന്നവർ ഇവിടെ വന്നിട്ട് പോകാറുള്ളൂ. ഇവിടെ നല്ലൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. അതുപോലെ മഴക്കാലത്ത് വരുമ്പോൾ നല്ല രസമാണ് കാണാൻ. ഇപ്പോൾ നമ്മൾ മഴ ഇല്ലാത്തതുകൊണ്ടും വെള്ളം കുറവാണ്, അതുകൊണ്ട് എല്ലാം ഡ്രൈ ആയി കിടക്കുകയാണ്. ഇതാണ് തൂക്കുപാലം. കാരണം നമ്മൾ മുക്കന്നൂർ ഭാഗത്തു നിന്നാണ് പോകുന്നതെങ്കിൽ ഈ പാലം കയറി അങ്ങ് എൻഡ് വരെ പോകാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ അടുത്ത ടിക്കറ്റ് വേണം കേട്ടോ. അപ്പോൾ ഈ ടിക്കറ്റ് കൊണ്ട് നമുക്ക് ആ പാലത്തിൻ്റെ എൻഡ് വരെ പോകാം. ഇതാണ് തൂക്കുപാലം. തൂക്കുപാലം അതിമനോഹരമായിട്ട് നമുക്ക് അവിടെ കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാം, അതുപോലെ ഫോട്ടോസ് സെക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല മനോഹരമായ തൂക്കുപാലമാണ് ഇന്നിപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടാൻ കാരണം രാവിലെ ആയതുകൊണ്ട് തന്നെ അധികം ആളുകളൊന്നും ഉണ്ടായിട്ടില്ല. വളരെ കുറച്ച് പേര് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് വലിയ ക്രൗഡില്ലാതെ നമുക്ക് മൊത്തം കവർ ചെയ്യാൻ പറ്റി. മഴക്കാലത്താണെങ്കിൽ നല്ല മൊത്തം വെള്ളം കവേർഡായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അവിടുന്ന് നമ്മൾ നേരെ എസ്റ്റേറ്റ് വഴിയാണ് പോകുന്നത്. എസ്റ്റേറ്റ് വഴി പോകുമ്പോൾ നേരെ പോയിട്ട് നമ്മൾ സിൽവർ സ്റ്റോമിൻ്റെ ഫ്രണ്ടിൽ ഒന്ന് കയറി കിട്ടും. പോകുന്ന വഴിക്ക് മൊത്തം ഈ കാണുന്നതല്ല ഈ പാം ഓയിൽ ഉണ്ടാക്കുന്ന പനയാണ്, അതിൻ്റെ കുരുവിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതാണ് നമ്മൾ അങ്ങനെ ആതിരപ്പള്ളി എത്തി. ടിക്കറ്റ് എടുത്തു നമ്മൾ നേരെ അകത്തേക്ക് പോവാണ്. നമ്മൾ ചെന്നപ്പോഴേക്കും അത്യാവശ്യം ചൂടായിരുന്നു, വെയിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വണ്ടിയിൽ നിന്ന് കുടയൊക്കെ എടുത്തു കൊടുത്ത് ഞങ്ങൾ നേരെ ചെന്ന് ആതിരപ്പള്ളിയുടെ വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ വശമാണ്. അപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. മലയ്ക്ക് വരുന്ന സ്വാമിമാരുണ്ട്. കാരണം നമുക്കിതിൻ്റെ അടുത്ത് തന്നെയാണല്ലോ ബോർഡർ തമിഴ്നാട്. അപ്പോൾ അതിൽ നിന്ന് ഷോളയാർ വഴി പൊള്ളാച്ചിന്നൊക്കെ ഇഷ്ടംപോലെ സ്വാമിമാർ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുണ്ട് രാവിലെ. മഴ ഇല്ലാത്തതുകൊണ്ടും വെള്ളം കുറവാണ്, കണ്ടില്ലേ. അപ്പം മഴക്കാലത്ത് വന്ന എന്താ പറയുക, നല്ല ഭംഗിയായിരിക്കും. ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് ഇങ്ങനെയാണ് കാണുന്നത്. ഇവിടെ ഒരുപാട് സിനിമകൾക്ക് എന്താ പറയുക ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളാണ്. രാവണൻ എന്ന് പറഞ്ഞ തമിഴ് മൂവി, അതുപോലെ തമിഴ് പടങ്ങൾ ഇഷ്ടംപോലെ, വിജയുടെ പടങ്ങൾ, മലയാള സിനിമകൾ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മുകളിൽ നിന്ന് നമ്മൾ താഴെ വശത്തേക്ക് പോവുകയാണ്. ഇപ്പം താഴത്തേക്ക് താഴെ വെള്ളം കുറവായതുകൊണ്ട് നമുക്ക് താഴേക്ക് പെർമിഷൻ ഉണ്ട്. താഴെ പോയി നമുക്ക് അവിടെ പോയി കാണാനുള്ള. സാധാരണ നല്ല ശക്തമായ വെള്ളം ഉണ്ടെങ്കിൽ നമ്മളെ താഴത്തേക്ക് അവർ വിടത്തില്ല. അപ്പോൾ നമ്മൾ താഴേക്ക് കുറച്ച് നടക്കണം കേട്ടോ. പ്രായമുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് വേണം ഇറങ്ങിപ്പോകാൻ. വഴി കുറച്ച് ദുർഘടമാണ്. എന്നാലും നമ്മൾ നേരെ താഴെ എത്തി. താഴെ എത്തുമ്പോൾ ഉള്ളൊരു കാഴ്ച കേട്ടോ അത്. വെള്ളം ഒട്ടുമില്ല കണ്ടോ. സാധാരണ ഇത് മൊത്തം കവർ ചെയ്തിട്ട് നല്ല രസത്തിലായിരിക്കും കാണുന്നത്. വെള്ളം ഇത്രയേ ഉള്ളൂ. എന്തായാലും ഇതൊക്കെ നിങ്ങൾ കാണിച്ചു തരണമെന്ന് കരുതിയിട്ട് മൊത്തം കവർ ചെയ്തിരിക്കുകയാണ്.
ഒരു കാരണവശാലും വെള്ളത്തിൽ ഇറങ്ങാനോ കുളിക്കാനോ ഒന്നും സമ്മതിക്കില്ല. കാരണം ഒരുപാട് അപകടങ്ങൾ പതുങ്ങിയിരിക്കുന്ന കുഴികളുണ്ട്. അതുപോലെ മലയുടെ ഉള്ളിൽ എപ്പോഴാണ് മഴവെള്ളം വരിക അല്ലെങ്കിൽ വെള്ളം വരിക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടൊക്കെ വളരെ സേഫായിട്ട് അവിടെ ഗാർഡുകളുണ്ട്. അവർ നമ്മൾ അനുവദിക്കില്ല. താഴെ നിന്ന് നമുക്ക് കുറച്ച് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. ഇതെല്ലാം ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ച് കയറി പോകുന്ന ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമത് കാര്യം, നമ്മുടെ ബാഹുബലി ഷൂട്ട് ചെയ്ത ഒരു പ്രധാന ലൊക്കേഷൻ ഇതാണ്. അപ്പോൾ ഇതിന് താഴെയും ഈ വെള്ളച്ചാട്ടവും ഇതിൻ്റെ മുകൾ വശവും ഒക്കെ ഒരുപാട് സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ കണ്ടവർക്ക് അറിയാൻ പറ്റും. ആ മഞ്ഞ കയറ് കെട്ടിൻ്റെ അപ്പുറത്തേക്ക് ഒരിക്കലും അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ട് ഇവിടെ തന്നെ നിന്നിട്ടുള്ള അഭ്യാസങ്ങളൊക്കെ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് കുട്ടികളും ടൂറിസ്റ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ എടുത്ത് നമ്മൾ നേരെ തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എൻ്റെയൊക്കെ ലൈഫിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. മഴയില്ലാത്തപ്പോഴും മഴയുള്ളപ്പോഴും ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിത് വലിയ അത്ഭുതങ്ങളൊന്നും അല്ല. കാരണം ഞാൻ സ്ഥിരം വരുന്ന ഒരു റൂട്ടാണ്. എന്തായാലും ഇതൊക്കെ ഒരു ഭാഗ്യമാണല്ലോ. പലരും ഒരു പ്രാവശ്യം പോലും കാണാൻ കൊതിക്കാത്ത സ്ഥലങ്ങളൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നു. താങ്ക് ഗോഡ്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് എപ്പോഴും അവിടെ ആനയുണ്ട്, ശരിയാണ്. അപ്പം നമ്മൾ ഭാഗ്യത്തിന് ആനയെ കണ്ടു. ആന ആ കുന്നിൻ്റെ മുകളിൽ കൂടെ മെല്ലെ അങ്ങ് കയറി പോവാണ്. പ്രത്യേകിച്ച് ശല്യമൊന്നും ചെയ്യരുത്. അവരവരുടെ ഭക്ഷണം കഴിച്ച് നേരെ മുന്നോട്ട് കയറിപ്പോകും. അങ്ങനെ നമ്മൾ റബ്ബർ തോട്ടത്തിനിടയിൽ കൂടെ ഇത് നമുക്ക് കാലടി ഭാഗത്തേക്ക് ചെന്ന് കയറാനുള്ള ഷോർട്ട് കട്ട് കേട്ടോ. അങ്ങനെ കാലടി വഴി നമ്മൾ ചെന്നിട്ട് നേരെ എന്താ പറയുക, കോതമംഗലം എത്തി. കോതമംഗലത്ത് നിന്ന് നേരുമംഗലം പാലം എൻട്രി ചെയ്യുമ്പോൾ ഇടുക്കിയായി. ഇപ്പം നമ്മൾ ഇടുക്കിയുടെ മണ്ണിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇത് നേരെ ചെല്ലുന്നത് ഇതാണ് ചീയപ്പാറ വാട്ടർഫോൾസ്. അവിടെയും വെള്ളം കുറവാണ്. അങ്ങനെ ചീയപ്പാറ വാട്ടർഫോൾസും അതിന് തൊട്ടപ്പുറത്ത് തന്നെ വാലറ വാട്ടർഫോൾസും ഉണ്ട്. അങ്ങനെ കുറച്ചേരം നമ്മളവിടെ സമയം സ്പെൻഡ് ചെയ്തു. ഒരു ചായ ഒക്കെ കഴിച്ചിട്ട് നമ്മളവിടെ നേരെ മൂന്നാർക്ക് പോവാണ്. കാരണം നമ്മൾ താമസിക്കുന്നത് ദേവികുളത്താണ്. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്ക് ഏകദേശം ഇരുട്ടും. അങ്ങനെ നമ്മൾ ഏകദേശം രാത്രി ഒരു 7 മണിയോട് കൂടി 7:30 കൂടി നമ്മൾ മൂന്നാർ ദേവികുളത്ത് എത്തിയിരിക്കുകയാണ്. ബാങ്കിൻ്റെ SBI ഗസ്റ്റ് ഹൗസിലാണ്. അപ്പോൾ അടുത്ത വിശേഷങ്ങൾ നാളെ കാണാം. അപ്പോൾ ഗുഡ് നൈറ്റ്, ശുഭരാത്രി. താങ്ക്